വളർന്നു വരുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇരിക്കുന്ന പ്ലാന്റ്സ് അത് ക്രിപ്റ്റോകോർനെ സ്പൈറലിസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതും കേരളത്തിൽ നമുക്ക് വളരെ ഒത്തിരി കിട്ടുന്ന പ്ലാന്റ്സ് ആണ്. അതിന്റെ ബാക്കിൽ ഇരിക്കുന്ന പ്ലാന്റ്സ് അത് ക്രിപ്റ്റോകോർനെ റിട്രോസ്പൈറലിസ് ആണ്. ബാക്കിലിരിക്കുന്ന പ്ലാന്റ് അതും വേറൊരു ക്രിപ്റ്റോകോർനെ സ്പീഷീസ് ആണ്. അതിന്റെ പേര് ക്രിപ്റ്റോകോർനെ റിട്രോസ്പൈറലിസ് ആണ്. അത് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് പ്ലാന്റ്സ് ആണ്. ഈ ഭാഗത്തിരിക്കുന്ന എല്ലാം ക്രിപ്റ്റോകോർനെ സ്പീഷീസിലുള്ള പ്ലാന്റ്സ് ആണ്. ഇതിന്റെ പേര് ക്രിപ്റ്റോകോർനെ ബെക്കറ്റി എന്നാണ്. അതിന്റെ ഒറിജിനൽ എനിക്ക് ശരിക്കും അറിയത്തില്ല എവിടെയാണെന്നുള്ളത്. വളരെ ഇത് ലെസ് ഡിമാൻഡിങ് പ്ലാന്റ്സ് ആണ്, പക്ഷെ വളരെ സ്ലോ ഗ്രോത്ത് ആണ്. എന്നാലും കുറച്ച് കെയർ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാവുന്ന ഒരു പ്ലാന്റ്സ് ആണ്. പിന്നെ ഇതിന്റെ പേര് ലൊബേലിയ കാർഡിനൽസ് എന്നാണ് ഈ പ്ലാന്റിന്റെ പേര്. ഈ പ്ലാന്റ് നമുക്ക് വെള്ളത്തിനകത്തും വളർത്താം പുറത്തും വളർത്താവുന്ന ടൈപ്പ് പ്ലാന്റ് ആണ്. വെള്ളത്തിനകത്ത് വളർത്താൻ നേരം അതിന്റെ ലീഫ് സ്ട്രക്ചർ മാറും. അത് മാത്രമല്ല, ഇത് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് വെള്ളത്തിനകം വെച്ച് വളർത്താൻ നേരം. നമ്മളിത് പുറത്ത് വെച്ച് വളർത്താൻ നേരം ഇതിന് ഒരു റെഡിഷ് ടിന്റ് വരും ലീഫിന്. അത് മാത്രമല്ല, ഇതിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു ചുമപ്പ് പൂവും കൂടെ ഇതിലുണ്ടാവും. അതുകൊണ്ട് അതിന് ലൊബേലിയ കാർഡിനൽസ് എന്ന് പേരിട്ടിരിക്കുന്നത്. പിന്നെ ബാക്കിയിരിക്കുന്ന ചെടിയുടെ പേര് പൊഗോസ്റ്റമൺ ഗൈ എന്നാണ്. പിന്നെ ഇതൊരു ലില്ലി ടൈപ്പാണ്. ഇവിടെ ഇരിക്കുന്ന ഈ റെഡ് കളർ ചെറി ഒരു നിംഫിയ സ്പീഷീസ് എന്നാണ് അതിന്റെ പേര്. നിംഫിയ സ്പീഷീസ് റെഡ് എന്നാണ് അതിന്റെ പേര്. പിന്നെ അവിടെ ഇരിക്കുന്ന ആ ചെടി അതിന്റെ പേര് പൊഗോസ്റ്റമൺ സ്റ്റെലാറ്റിസ് എന്നാണ് ആ ചെടിയുടെ പേര്. അതൊക്കെ കുറച്ച് കെയർ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വളരുള്ളൂ ആ ചെടി. pH ഒക്കെ വളരെ ലോ ആയിരിക്കണം. ഒരു ആസിഡിക് കണ്ടീഷനിൽ ആ ചെടി നല്ലപോലെ വളരുള്ളൂ. പിന്നെ ഇവിടെ ഇരിക്കുന്ന ചെടിയുടെ പേര് ടൊണിന സ്പീഷീസ് ബെല്ലം. അതൊക്കെ കുറച്ച് ഡിമാൻഡിങ് പ്ലാന്റ് ആണ്. പിന്നെ ഈ നടുക്കിരിക്കുന്നത് അതും നമ്മുടെ കേരളത്തിലൊക്കെ കണ്ടുവരുന്ന ഒരു ചെടിയുടെ വേറൊരു സ്പീഷീസ് ആണ്. ഇതിന്റെ പേര് ലിംനോഫില ഇൻഡിക്ക എന്നാണ് അതിന്റെ പേര്. പിന്നെ നേരത്തെ കണ്ട ടാങ്കിൽ വച്ചിരുന്ന ആ സെയിം പ്ലാന്റ്സ് ആണ് ഫോർഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്നത്. അത് കുറച്ച് നാളും കൂടെ എടുക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട്. ബാക്കിലിരിക്കുന്ന സ്റ്റാറോകോൺ സ്പീഷീസ് നേരത്തെ ഞാൻ പറഞ്ഞ ആ സെയിം സ്പീഷീസ് ആണ്. പിന്നെ ആ ഡ്രിഫ്റ്റ്വുഡിൽ വളരുന്ന ചെടി അനൂബിയസ് നാന എന്നാണ്. നേരത്തെ ഞാൻ പറഞ്ഞ സെയിം ടൈപ്പ് ചെടികളാണ്. പിന്നെ അതിന്റെ ബാക്കിലിരിക്കുന്നത് രണ്ട് ടൈപ്പ് ചെടികളുണ്ട്. ഒന്ന് ഹെമിയാന്തസ് മൈക്രാന്തിമോയിഡ്സ് എന്ന് പറഞ്ഞൊരു ചെടി. അതിന്റെ അടുത്തിരിക്കുന്നത് ഡിഡിപ്ലിസ് ഡിയാൻഡ്ര എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ഇതെല്ലാം ഹൈ ലൈറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ ചെടി വളരത്തുള്ളൂ. അതിന്റെ ഇടയിലിരിക്കുന്ന ആ ചെറിയ ലീഫ് ഇട്ടിട്ടുള്ള ചെടിയുണ്ട്. അതിന്റെ പേര് ക്രസുല ഹെൽംസി എന്നാണ്. അത് ഓസ്ട്രേലിയ നേറ്റീവ് പ്ലാന്റ് ആണ് അത്. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ ഒരു ചെടി ഇരിപ്പുണ്ട്. അത് നമ്മുടെ കേരളത്തിലുള്ള ഒരു എറിയോക്കുളം സ്പീഷീസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് അതിൻ്റെ എറിയോക്കുളം സ്പീഷീസ് മാത്രമേ ഉള്ളൂ. ശരിക്കുള്ള പേരെന്താണെന്ന് ഇതുവരെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഈ ചെടി ഓസ്ട്രേലിയയിലുള്ള ഒരു നേറ്റീവ് പ്ലാന്റ് ആണ്. ഇതിന്റെ പേര് ഇലാറ്റിൻ ട്രിയാൻഡ്ര എന്നാണ്. ഈ ചെടി ഹോബിയിൽ വളരെ റയർ ആയിട്ടുള്ള ചെടിയാണ്. ഭയങ്കര ഡെലിക്കേറ്റ് പ്ലാന്റ് ആണ്. ഇതും ഫോർഗ്രൗണ്ട് ആയിട്ട് വളരുന്ന പ്ലാന്റ് ആണ്. നല്ല ലൈറ്റും കാർബൺ ഡൈ ഓക്സൈഡും ഫെർട്ടിലൈസറും ഒക്കെ കൊടുക്കാൻ നല്ലൊരു കാർപ്പറ്റ് പ്ലാന്റ് ആയിട്ട് വളരും ഇത്. ലൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അത് മേളോട്ട് വളരും ഈ പ്ലാന്റ്. പിന്നെ ഇത് ഹോബിയിൽ റയർ എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാന്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഒന്നും അത് ടോളറേറ്റ് ചെയ്യത്തില്ല. അത് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ ഒക്കൂല. അങ്ങനത്തെ അതുകൊണ്ടാണ് ഈ പ്ലാന്റ് വളരെ റയർ ആയിട്ടുള്ളത് ഹോബിയിൽ. പിന്നെ ഇത് ഈ പ്ലാന്റിന്റെ പേര് എക്കൈനോഡോറസ് എന്നാണ് ഇതിന്റെ പേര്. ഇവിടുത്തെ നമ്മൾ സാധാരണയായി ആമസോൺ സോഡ് എന്നൊക്കെ ഇവിടുത്തെ അക്വേറിയത്തിലൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണ്. പക്ഷെ അതിന്റെ വേറൊരു വെറൈറ്റി ആണ് ഇത് ഡോർഫായിട്ട് വളരത്തുള്ളൂ. അതിന്റെ ബാക്കിയിരിക്കുന്ന പ്ലാന്റ് ബ്ലിക്സ ജപ്പോണിക്ക. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇത് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ ആ ബാക്കിയിരിക്കുന്ന ചെടികൾ അതൊക്കെ റൊട്ടാള സ്പീഷീസ് ആണ്. ആ ചെടി റൊട്ടാള സ്പീഷീസിന്റെ 3 വെറൈറ്റി അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആ നടുക്ക് അവിടെ ആ ഭാഗത്തിരിക്കുന്ന ചെടിയിൽ ഹൈഗ്രോഫില ബാൾസ്മിക് എന്നാണ് ആ ചെടിയുടെ പേര്. അത് ആ ചെടി ടാങ്കിനകത്ത് വെച്ച് വളർത്താൻ നേരം ഭയങ്കര ഭംഗിയാണ്. പക്ഷെ വെളിയിൽ വളരാൻ നേരം അതിന്റെ ലീഫിന്റെ സ്ട്രക്ചറൊക്കെ മാറും. പിന്നെ നടുക്കിരിക്കുന്ന ആ ചുമപ്പ് ഇലയുള്ള ചെടിയുടെ പേര് ലിംനോഫില അറോമാറ്റിക്ക എന്നാണ്. പ്രധാനപ്പെട്ട വലിയ ടാങ്കുകളെ കൂടാതെ 6 നാനോ ടാങ്കുകളും ലോടെക് രീതിയിൽ ശ്രീ വിൻസെന്റ് പരിപാലിച്ചു വരുന്നു. ഇതിൽ വളരെ കുറച്ച് പ്രകാശം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. സ്പോഞ്ച് ഫിൽറ്റർ ഉപയോഗിക്കുന്ന ഈ ടാങ്കുകളിൽ അനൂബിയസ് സസ്യങ്ങളും പായലുകളുമാണ് പ്രധാനമായും വളർത്തുന്നത്. ഈ ടാങ്കുകളിൽ ഒന്നിൽ വളരെ അപൂർവമായി മാത്രം കാണാവുന്ന റെഡ് ചെറി ഷ്രിംപ് എന്ന ചുവന്ന കൊഞ്ചിനെയും നമുക്ക് കാണാവുന്നതാണ്.
ഇതിൽ കാണുന്ന ആ ബ്ലൂ കളർ, ആ ബ്ലൂവും റെഡും കളറുള്ള ഫിഷിന്റെ പേര് കാർഡിനൽ ടെട്രാസ് ആണ്. അത് ആമസോണിലൊക്കെ കണ്ടുവരുന്ന മീനാണ്. അത് വളരെ ഭംഗിയായിട്ടുള്ള മീനാണ്. നല്ല ഡിമാൻഡിങ് ഫിഷസ് ആണ്. വെള്ളമൊക്കെ എപ്പോഴും നല്ല ഫിൽട്രേഷൻ വേണം, ലോ pH ആയിരിക്കണം, വെള്ളത്തിൽ വരെ കണ്ടാമിനേഷൻ ഒന്നും പാടില്ല. പ്ലാന്റഡ് അക്വേറിയത്തിന് പറ്റിയ ഫിഷാണത്. പിന്നെ അതിന്റെ താഴെ കാണുന്ന ഒരു ഫിഷ്, അതിന്റെ പേര് റമ്മിനോസ് ടെട്ര എന്നാണ്. അതും വളരെ ഭംഗിയായിട്ടുള്ള ഫിഷാണ്. ഈ സെയിം കണ്ടീഷൻസ് തന്നെ ആ ഫിഷിനും വേണം. പിന്നെ മേളിൽ കാണുന്ന ഫിഷ്, അതിന്റെ പേര് ഹാർലക്കിൻ ഫിഷസ് എന്നാണ്. ഇതിനും സെയിം കണ്ടീഷൻസ് തന്നെയാണ്. ലോ pH ആയിരിക്കണം, നല്ല ഫിൽട്രേഷൻ വേണം, നല്ലൊരു പ്ലാന്റ്സ് വേണം. ഇതൊക്കെയാണ് ഇതിന്റെ കണ്ടീഷൻസ് ഈ മീനിന്റെ. നാനോ ടാങ്ക് എന്ന് പറയുന്ന നേരത്ത് ചെറിയ ടാങ്കിനെയാണ് നമ്മൾ നാനോ ടാങ്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറഞ്ഞ ഒരു 15-20 ലിറ്റർ കൊള്ളും. അതാണ് നാനോ ടാങ്ക് എന്ന് പറയുന്നത്. ഇതിനകത്തും ഇരിക്കുന്നത് മോസും വളരെ ലെസ് ഡിമാൻഡിങ് പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഇതിരിക്കുന്നത് ഫിസിഡൻസ് ഫോണ്ടാനസ് എന്ന് പറഞ്ഞൊരു മോസാണ്. അത് US നിന്ന് വരുന്ന ഒരു മോസാണ്. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന പ്ലാന്റിന്റെ പേര് മർസീല ഹിർസു പ്ലാന്റ് ആണ്. പിന്നെ ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്ന ചെറിയ ഷ്രിംസ് എന്ന് പറഞ്ഞിട്ട് ചെറിയ ഫ്രഷ് വാട്ടർ ഷ്രിംസ് ആണ് ഇട്ടിരിക്കുന്നത്. അത് മോസിന്റെ ഇടയിൽ അതിങ്ങനെ ഇരിക്കുകയാണ്. ബാക്കിൽ വെച്ചിരിക്കുന്ന മോസ് വാൾ എന്നാണ് അത് പറയണത്. അത് ഞാൻ വെറും ഒരു ഓർഡിനറി ഒരു ടൈലിൽ മോസ് കെട്ടി വെച്ച് അങ്ങനെ ഒരു മോസ് വാളായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിലും ഫിൽട്രേഷൻ മാത്രമേ ഉള്ളൂ. വേറെ ഫെർട്ടിലൈസറോ കാർബൺ ഡയോക്സൈഡോ ഒന്നും ഇതിൽ കൊടുക്കുന്നില്ല. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മോസ് അത് ഞാൻ ടൈൽസിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഓർഡിനറി ഒരു ടൈലിൽ ഞാൻ മോസ് കെട്ടി അങ്ങനെ അതിന്റെ പേര് മോസ് വാൾ എന്നാണ് അത് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, അതിന്റെ ഫ്രണ്ടിൽ ഞാനൊരു ഡ്രിഫ്റ്റ് വുഡിനകത്ത് മോസ് കെട്ടി വെച്ചിട്ടുണ്ട്. അത് വളർന്നു വരുമ്പോൾ വളരെ ഭംഗിയായിരിക്കും അത് കാണാൻ. ഒരു ക്രിസ്മസ് ട്രീ പോലെ അത് കാണും. അതിൽ വച്ചിരിക്കുന്ന മോസിന്റെ പേരും ക്രിസ്മസ് മോസ് എന്നാണ്. ഇതൊരു ലോടെക് ടാങ്ക് ആണ്. ഇതിനകത്ത് മോസും അനൂബിയസും മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് ഡ്രിഫ്റ്റ് വുഡിനകത്ത് ഞാൻ മോസ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതും ഈ മോസ് അതും ഡ്രിഫ്റ്റ് വുഡിൽ വെച്ചിരിക്കുകയാണ്. ഇതിന്റെ പേര് സ്പൈക്കി മോസ് എന്നാണ്. പിന്നെ 2-3 ഇതിന്റെ പേര് ആങ്കർ മോസ് എന്നാണ്. പിന്നെ അത് അനൂബിയസ് ആണ് ഞാൻ ട്രീനെ പോലെ വെച്ചിരിക്കുന്നത്. ഈ മേളിരിക്കുന്ന റോയ്ക്ക് വെറും ഒരു ട്യൂബ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. താഴെ ഇരിക്കുന്ന 3 ടാങ്കിനും വെറും ഒരൊറ്റ ട്യൂബിലാണ് യൂസ് ചെയ്യുന്നത്. ഫിൽട്രേഷൻ ഇതിനെല്ലാം സ്പോഞ്ച് ഫിൽറ്റർ ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഓർഡിനറി സ്പോഞ്ച് ഫിൽറ്റർ ആണ്. ഇതിൽ വെച്ചിരിക്കുന്ന എല്ലാ മോസും അനൂബിയസും ആണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്.